ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ട ഒരു ദൂത് നമുക്ക് വായിച്ച് കേൾപ്പിക്കാമല്ലോ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 47-ാമത്തെ വാക്യം ഒരാണ് വായിച്ച് കേൾപ്പിക്കാം. യേശു യഹൂദിയ ദേശത്തു നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല വചനത്തിനായി കരമുയർത്തി കർത്താവിന് ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 47-ാമത്തെ വാക്യം ഇന്നത്തെ പ്രസംഗത്തിന് ആധാരമായി വായിച്ചതിൽ ഒരു കാര്യം മനസ്സിലായി. ഒരപ്പൻ തൻ്റെ മകന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നിലവിളിക്കുകയാ. അവൻ കൊണ്ടുവന്ന വിഷയം മരണവിഷയം. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ ഇവൻ കൊണ്ടുവന്ന വിഷയത്തെ ഈ ഉലകത്തിൽ ആർക്കും അവനെ സഹായിക്കാൻ പറ്റത്തില്ല. ഇനി വിടുവിക്കുവാൻ കഴിവുള്ളവൻ ഈ ഉലകത്തിൽ ഉണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കണ്ണുനീരോടുകൂടി ഈ മനുഷ്യൻ വന്നു. ആരാണ് ഈ മനുഷ്യൻ? ആമേൻ. ഈ മനുഷ്യൻ ആരെന്നറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ, ആമേൻ, അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു കല്യാണ വീട്ടിൽ ഈ മനുഷ്യൻ ഉണ്ടായിരുന്നു. അവന്റെ പേര് രാജഭൃത്യൻ എന്ന് പറയും. ആമേൻ. ഈ രാജഭൃത്യൻ വരുന്നത് കൊട്ടാരത്തിൽ നിന്നാ. ആമേൻ. ക്ഷണിക്കപ്പെട്ട വിവാഹത്തിന് 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ആ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ട ഒരു VIP ആയിരുന്നു രാജ്യം ഭരിക്കുന്ന രാജാവ്. രാജാവിന് വരുവാൻ കഴിയാതെ വന്നപ്പോൾ രാജാവ് പകരക്കാരനെ അയച്ചു. അവനാണ് രാജഭൃത്യൻ. എന്റെ ചോദ്യം, ഹലോ രാജഭൃത്യ, നീ ഇപ്പോൾ പാർക്കുന്നത് കൊട്ടാരത്തിനകത്താ. നിന്റെ മകന്റെ വിഷയം, നിന്റെ മകന്റെ രോഗം വിശുദ്ധ ബൈബിൾ 4-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ ഒരു പനി എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പനി രാജഭൃത്യന്റെ മകന് വന്നപ്പോൾ കൊട്ടാരത്തിൽ രാജാവിനെ ചികിത്സിക്കുന്ന, രാജ്ഞിയെ ചികിത്സിക്കുന്ന, രാജാവിന്റെ മക്കളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും ആമേസ്തോത്രം അലോപ്പതിയും ആയുർവേദവും സകല സൗകര്യങ്ങളും കൊട്ടാരത്തിനകത്തുണ്ടായിരുന്നിട്ട് ഇവന്റെ മകൻ ഒരു വിടുതൽ ഇതുവരെ ഇല്ലാതെ വന്ന് അവൻ വളരെ ഭാരത്തോടുകൂടെ അത് മരണവിഷയവുമായി മുഖാമുഖമായിരിക്കുമ്പോൾ അവൻ കർത്താവായ യേശുവിന്റെ അടുക്കൽ വരുവാനിടയായി. അവൻ എങ്ങനെ വരുവാനിടയായി? അവൻ ഒരു അത്ഭുതം കണ്ടിട്ടാ വന്നേ. ഹല്ലേലൂയ. എന്റെ മുമ്പിൽ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, ഒന്നിലധികം അത്ഭുതങ്ങൾ കണ്ടവരാണ് നീയും ഞാനും. മരണകരമായ വിഷയങ്ങൾ നമ്മുടെ കുടുംബത്തിൽ കയറി വന്നതാ. പക്ഷെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ഒരുവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്നതുകൊണ്ട്, ഒരുവൻ നിനക്ക് വേണ്ടി കാൽവരിയുടെ വിരിമാറിടത്തിൽ തലവെച്ചത് കൊണ്ട് നീ ശവപ്പെട്ടിക്കകത്ത് കയറാതെ വന്ന അവൻ ശവപ്പെട്ടിക്കകത്ത് കയറി ആ കല്ലറയിൽ നീ 6 അടി കുഴിക്കകത്ത് ആ സെല്ലിനകത്ത് പോകാതെ വേണ്ട അവൻ പാറയിൽ വെട്ടിയിട്ട കല്ലറയിൽ യേശു പകരക്കാരനായി മരിച്ചടക്കപ്പെട്ടു. Praise the Lord. ആ ദൈവത്തിന്റെ സന്നിധിയിലായി ഇവൻ വന്നിരിക്കുന്നേ. ആമേൻ.
പറഞ്ഞു കേട്ട് വരുന്നത് കൊണ്ട്, ഹലോ, പറഞ്ഞു കേട്ട് വരുന്നവരുമുണ്ട്, ദൈവത്തെ നന്നായി അനുഭവിച്ച് വരുന്നവരുമുണ്ട്. രണ്ടും രണ്ടാ. ആമേൻ. ഈ പറഞ്ഞു കേട്ട് വരുന്നവര് റെഡിമെയ്ഡ് വിടുതലിന് വേണ്ടി വരുന്നവരാ. അവര് വിടുതൽ മേടിക്കും, പിന്നെ കുറച്ച് ദിവസം നിൽക്കും, പിന്നെ അവർ എസ്കേപ്പ് ആവും. പക്ഷേ പ്രാപിച്ചവർ, ആമേൻ, അവർ വിട്ടുമാറത്തില്ല. അവർ സാന്നിധ്യത്തിനകത്തായിരിക്കുന്നേ. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനെതിരെ വന്ന ചില വിപത്തുകൾ ഇന്ന് പകൽ വചനം പറയുമ്പോൾ അത് അഴിഞ്ഞു മാറും. ആമേൻ. ചിലത് ഇന്ന് പകലിൽ ഒഴിഞ്ഞു പോകും. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. യേശുവിന്റെ നാമത്തിൽ കരമടിച്ച് ലോകത്തിൽ നിനക്ക് നിൽക്കുവാൻ വഴിയാത്ത, ലോകത്തിൽ നിനക്ക് നിൽക്കുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നീ ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നത്. ആമേൻ. ഹലോ, ചിലർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ആമേൻ. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടും ഒരു വിടുതലും ഇല്ലാതിരിക്കുമ്പോൾ പിന്നെ അഭയം പ്രാപിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നവനെ ദൈവം കൈവിടത്തില്ല. ഹലോ, നീ ഏത് കൊട്ടാരത്തിനകത്ത് പാർത്താലോ, നീ ഏത് ഫ്ലാറ്റിൽ പാർത്താലോ, നീ ഏത് രാജ്യത്തിലായിരുന്നാലോ, എടാ, വിടുതൽ വേണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വരണം. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഞാൻ ഈ ശുശ്രൂഷ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന ചില മരണകരമായ ബന്ധനങ്ങൾ, നിന്റെ കുടുംബത്തിൽ മരണം കാണുവാൻ നിന്റെ തലമുറയ്ക്കെതിരെ, നിനക്കെതിരെ അടച്ചു വെച്ച ചില മണ്ഡലങ്ങൾ, ചിലതിന്റെ ഭാവികൾ ഇന്ന് പകലിൽ തുറക്കപ്പെടട്ടെ. യൂട്യൂബിൽ ഈ മെസ്സേജ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹിത സഹോദരി, നിന്റെ തലമുറയ്ക്കെതിരെ, ഭാവിക്കെതിരെ, നന്മയ്ക്കെതിരെ, ജോലിക്കെതിരെ അവ തടഞ്ഞിരിക്കുന്ന ചില പോരുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയുകയാ. കരമടിക്കാൻ കഴിയുന്നവർ കരമടിച്ച് ഇന്ന് പകൽക്കാലം ആരാധിക്കട്ടെ. നിനക്കെതിരെ വന്ന ചില ഒഴുക്കുകൾ, നിനക്കെതിരെ വന്ന ചില പോരുകൾ, നിനക്കെതിരെ വന്ന ചില വിപത്തുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു. ചില ആപത്തുകൾ ചില കുടുംബത്തിൽ നിന്ന് അഴിയുന്നു. ഹല്ലേലൂയ. ചിലർ നിന്റെ ആരാധനയ്ക്ക് തടസ്സം. എല്ലാ വീടുകളെ കുറിച്ചല്ല പറയുന്നേ, ചില വീടുകളെ കുറിച്ച് പറയാൻ പോവാ. ആമേ. ചില വീടുകളിൽ ദൈവമക്കൾക്ക് ആരാധനയ്ക്ക് പോകാൻ പോലും തടസ്സം. സ്വതന്ത്രം. ചിലത് 90 വയസ്സായാലും മാനസാന്തരപ്പെടത്തില്ല, കൊണപ്പെടത്തില്ല, വായി വരുന്നതെല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. സ്വത്രം പറഞ്ഞേ. അത് ഏതെങ്കിലും തള്ളമാരാകാം, ഏതെങ്കിലും അപ്പച്ചന്മാരാകാം. സ്വത്രം പറയാ. കാരണം അവരെ പിശാചങ്ങ് കയ്യിലെടുക്കും. അതിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ ആ പുരക്കകത്തുണ്ടെങ്കിൽ അതോടെ അവിടെ ആത്മീയത തീർന്നു. കാരണം ഈ 90 100 വയസ്സായ ഈ അപ്പച്ചന്മാരിൽ, അമ്മാമ്മമാരിൽ, ആമേ, സ്തോത്ര, ഹല്ലേലൂയ, പൈശാചികൻ മറഞ്ഞിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ആമേ. നിനക്കെതിരെ, ഹല്ലേലൂയ, അടിച്ചുവിടുന്ന വിപത്തുകൾ ഞാൻ പറയാം. ഇത് ശ്രദ്ധിച്ചുകൊണ്ട്, ഈ ദൂത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആമേ ദൈവത്തിന്റെ പൈതല്, നീ ആശങ്കപ്പെടണ്ട. നീ കണ്ണുനീരൊഴുകി കരയുന്നവളാണെങ്കിൽ ഒരു ശരീരത്തിൽ പിശാച് അവകാശം പറഞ്ഞ് നിനക്കെതിരെ കഴിഞ്ഞ നാളുകളിൽ അടിച്ചുവിട്ട ചില ആരോപണങ്ങൾ, നിന്റെ ആത്മീയതയെ കുറിച്ച്, ആമേ, നിന്റെ നല്ല സാക്ഷ്യത്തെ കുറിച്ച്, ആമേ, പരിഹസിച്ചവിടെ നടുവിൽ, ആമേ, ഹല്ലേലൂയ, നിന്നെ ക്ലേശിപ്പിച്ചവിടെ നടുവിൽ, നിന്നെ കണ്ണുനീര് കുടിപ്പിച്ചവിടെ നടുവിൽ പരിശുദ്ധാത്മാ നിയോഗത്തിൽ ഞാനൊരു വെളിപ്പാട് പറയാ. 2025 ഈ 6-ാം മാസം ഈ 3-ാമത്തെ ആഴ്ചയിൽ അവൻ നിന്റെ ആരാധനയ്ക്ക് ഇടർച്ചയായതിന് ദൈവം മണ്ണിൽ നിന്ന് തുടച്ചു മാറ്റി. പകരം അതേ സ്ഥലത്ത്, അതേ ദേശത്ത്, ആ പട്ടണത്തിൽ ദൈവം നിന്നെ ഉറപ്പിക്കുക. ദൂത് മനസ്സിലായവർ കരം തട്ടി.
ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം ചെയ്തേ. ചില മക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ തള്ള ചാകുന്നുമില്ല, കട്ടിൽ ഒഴിയൊന്നുമില്ല, 85-90 വയസ്സായി, അനങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ വായിന്ന് വരുന്ന വാക്കോ, ഒരു ഗ്ലാസ് വെള്ളം ഈ തള്ളയ്ക്ക് കൊടുക്കാൻ തോന്നത്തില്ല. ആ രീതിയിലാണ് വായിന്ന് വരുന്നത്. പക്ഷെ ഈ തള്ള അല്ല കുഴപ്പം, നിന്റെ മേലിരിക്കുന്ന അഭിഷേകമാ. സ്വത്രം പറ, നിന്റെ മേലിരിക്കുന്ന അഭിഷേകം, നിന്റെ മേലിരിക്കുന്ന ദൈവകൃപയെ ഈ തള്ളയുടെ പേര് പറഞ്ഞ് വേറൊരു സാധനം മറഞ്ഞിരുന്ന് നിനക്കെതിരെ അഴിച്ചുവിടുന്ന ചില മണ്ഡലങ്ങൾ ചില കുടുംബത്തിൽ നിന്ന് അഴിയുകയാ. അത് നിന്റെ ഭർത്താവാകാം, അത് നിന്റെ സഹോദരനാകാം, അത് നിന്റെ മാതാവാകാം. ഇന്ന് പകലിൽ അവരല്ല നമ്മുടെ വിഷയം. ആമേൻ. നിന്റെ ആത്മീയതയ്ക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ ദൂതിനെതിരെ മറഞ്ഞിരിക്കുന്ന ചില പോരുകൾ യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. കർത്താവിനെ സ്തുതിച്ചേ. കണ്ണുനീരൊഴുകി കരയുവാൻ എൻ്റെ മുമ്പിൽ ഇന്ന് ദൈവമക്കൾ തയ്യാറാണെങ്കിൽ നിന്റെ ഭവനത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന ചില വിപത്തുകൾ ഇന്ന് പകൽക്കാലം ഒഴിഞ്ഞു പോകും. ചില വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ച തുറമുഖത്ത് നിനക്ക് എത്തുവാൻ കഴിയാതെ വന്ന നിന്റെ പ്രതീക്ഷയെ നഷ്ടപ്പെടുത്തി നിന്റെ തലമുറയുടെ ഭാവിയെ ബന്ധിച്ച ചില മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ പകലിൽ അഴിയുകയോ. Praise the Lord. പ്രാർത്ഥിക്കുന്നവരുടെ വീട്ടിനകത്ത് ദൈവശക്തി വ്യാപരിക്കാൻ പോകുകയാ. പ്രാർത്ഥിക്കുന്നവരുടെ വീട്ടിനകത്ത് ദൈവശക്തി പകരാൻ പോകുകയാ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇനി ആരും തടസ്സം നിൽക്കത്തില്ല. കാരണം ഞാൻ ദൂത് പറയുമ്പോൾ നിന്റെ പുരക്കകത്തിരുന്നാണോ ഈ ദൂത് നീ കേൾക്കുന്നത്? ഒരുപക്ഷെ ഓഫീസിനകത്തിരുന്നാണോ ദൂത് കേൾക്കുന്നത്? കരഞ്ഞ് 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 കണ്ണുനീര് വറ്റിപ്പോയവർ, ഹല്ലേലൂയ, ഉപവസിച്ച് തളർന്നവർ ഈ ദൂത് കേൾക്കുന്നുണ്ടോ? നിന്റെ വീട്ടിനകത്ത് വീടുകൾ നടക്കാൻ പോകുകയാ. ശാപമായതിന്, ശാപം പിടിച്ച് കയറി വന്നതിന്, ശാപം എന്ന് പറഞ്ഞ ആ പിശാചിന്റെ വ്യക്തികളെ, അവന്റെ പോരുകളെ യേശുവിന്റെ നാമത്തിൽ എന്റെ ദൈവം ഇന്ന് പകലിൽ അഴിക്കോ. കരമടിച്ചു കർത്താവിന് സ്തോത്രം പറഞ്ഞ അന്യഭാഷകളിൽ ദൈവത്തെ അല്പസമയം ആരാധിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ മനുഷ്യൻ അവന്റെ നേരെ കൈകൊട്ടു. അവൻ ആ സ്ഥലത്തുനിന്ന് ഓടിപ്പോകും. അവൻ ഈ എന്ന ഭക്തനിൽ കൂടി ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ ആത്മീയതയെ, നിന്റെ വിശ്വാസത്തെ, ഹല്ലേലൂയ, നിന്റെ സമർപ്പണത്തെ മറപിടിക്കുന്ന ചില പോരുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. എന്റെ ശശി ബ്രദറെ, രാജ്യങ്ങൾ മുഴുവനുള്ളവർ കേൾക്കട്ടെ, പേര് പറക്കട്ടെ. ഈ മനുഷ്യൻ കല്യാണ വീട്ടിൽ വന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇനി ഇവൻ ആ കല്യാണ വീട്ടിൽ വരാതിരുന്നെങ്കിൽ ഇവനിപ്പോൾ ചെറുക്കൻ്റെ രോഗം പറഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ വരുമായിരുന്നോ? ഇല്ല. കാരണം കല്യാണ വീട്ടിൽ വന്ന കുറവിനെ പരിഹരിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ യവൻ ദൃസാക്ഷിയാ. ആമേൻ. വിരിച്ചൊരുക്കിയ വന്മാളികക്കകത്തിരിക്കേണ്ടവൻ പുറത്തിറങ്ങുമ്പോൾ യേശുവും ശിഷ്യന്മാരും പുറത്തു നിൽക്കുന്നു. മറിയെന്നൊരു സ്ത്രീ യേശുവിനോട് എന്തോ സംസാരിക്കുന്നു. അല്പസമയം കഴിയുമ്പോൾ അവളോട് യേശു സംസാരിക്കുന്നു. അതിനുശേഷം യേശു ആ കല്യാണ വീട്ടില് ഹല്ലേലൂയ ആ തൊഴിലാളികളോട് യേശു പറയുകയാ, ആ കിടക്കുന്ന 6 കൽപാത്രങ്ങളിൽ വെള്ളക്കോരി നിറയ്ക്കാൻ യേശു ആവശ്യപ്പെടും. വെള്ളക്കോരി വക്കുവോളം നിറയ്ക്കുന്നു. കോരിക്കൊണ്ട് വിരുന്നുവാഴിക്ക് കൊടുക്കുന്നു. വിരുന്നുവാഴി രുചി നോക്കുന്നു. രുചി നോക്കിയാറെ മണവാളനെ വിളിപ്പിക്കുന്നു. ഇത്രയും നല്ലതും എളുപ്പവുമായത് നീ എവിടെ ശേഖരിച്ചെന്ന് ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെ സർട്ടിഫിക്കറ്റ് ചെയ്യുമ്പോൾ ഓടി വന്ന് ഒരു ഗ്ലാസ് ഹല്ലേലൂയ സ്തോത്ര ഹല്ലേലൂയ ഈ മനുഷ്യൻ കുടിച്ചിരിക്കും.
ഈ രാജഭൃത്യൻ കുടിച്ചിരിക്കുക. പക്ഷെ ആദ്യം കുടിച്ചതിനേക്കാൾ ടേസ്റ്റ് കിണറ്റി കിടന്ന പച്ചവെള്ളത്തിൽ ഉണ്ടായെങ്കിൽ ഞാൻ പറയാ, ഇന്നലകളിൽ വരെ മാന്യതയില്ലാതെ, ഇന്നലകളിൽ വരെ നിനക്കൊരു വിലയുമില്ലാതെ, ഇന്ന് പകലും നീ നിന്റെ തലയിൽ കൂടി കോരി ഒഴിച്ച് നിന്റെ ആവശ്യത്തിന് നീ കഴുകിയിറക്കി ഈ വെള്ളം പലരും ചവിട്ടിയിട്ട് ഇന്ന് നീ ചവിട്ടിയിട്ട് വന്ന ഈ വെള്ളം എൻ്റെ യേശു ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ അവസ്ഥ മാറിയെങ്കിൽ ഈ ദൂത് കേട്ടിരിക്കുന്ന ദൈവമൈതലേ, 2025 ഈ വർഷം കടന്നു പോകുന്നതിന് മുമ്പ് നിന്റെ മേലുള്ള വാഗ്ദത്തം വെളിപ്പെടുകയാ. കരമടിക്കാൻ പറ്റുമെങ്കിൽ ആമേൻ. ഒന്ന് സ്തോത്രം ചെയ്തേ. നമുക്ക് വേണ്ടി ഒരു ദൈവദാസൻ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, ഒരു ദൈവദാസി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, നിനക്കെതിരെ ഏത് കെണി പിശാച് ഒരുക്കിയാലും പ്രാർത്ഥിക്കുന്നവന് ദൈവം വിഷയം വെളിപ്പെടുത്തി കൊടുക്കും. ഒരു പക്ഷെ നിന്റെ ബിസിനസ്സിനെ നോക്കിയായിരിക്കാം എതിരാളി നിനക്കെതിരെ ആഭിചാരം ചെയ്തു വിടുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ മർമ്മം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എടാ, പ്രാർത്ഥിക്കുന്ന മോർദെഖായിക്കെതിരെ ഹാമാൻ ഒരുക്കി വെച്ച ചില വിപത്തുകൾ, ഹാമാൻ ഒരുക്കി വെച്ച ചില പോരുകൾ യേശുവിന്റെ നാമത്തിൽ അവിടെ വെളിപ്പെട്ടെങ്കിൽ, ഈ പ്രാർത്ഥിക്കുന്ന ദൈവദാസനെതിരെ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കെതിരെ പിശാച് തിരിക്കും. എന്നാന്നറിയോ? നീ ഇങ്ങനെ ഇവിടെ നിന്നാൽ, നീ ഇങ്ങനെ ഈ ദേശത്ത് ശുശ്രൂഷ ചെയ്താൽ എനിക്ക് പട്ടണത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഹാമാൻ പറയാ, രാജാവ് ഇങ്ങനെ പോയാൽ എനിക്കൊരു നാള് രാജകിരീടം വെക്കാൻ കഴിയത്തില്ല. കാരണം അതിനൊരുത്തൻ തടസ്സമാണ്. എൻ്റെ ബേബി ആൻറ്റി, ഹാമാന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന ആലോചന, എനിക്ക് രാജാവ് വെച്ചിരിക്കുന്ന കിരീടം ഒരു ദിവസമെങ്കിലും വെക്കണം. എന്ന് പ്രാർത്ഥിക്കുന്ന മോർദെഖായി പറയുക, എടാ, ദൈവം നിന്നെ വെട്ടിയിട്ടിരിക്കുകയാ. നിന്റെ അകത്ത് ഇപ്പോൾ സംസാരിക്കുന്നത് സാത്താനാണ്. ഞാൻ ഈ കൊട്ടാരത്തിന്റെ പടിവാതിൽക്കൽ കിടക്കുന്നിടത്തോളം കാലം നിന്റെ ആഗ്രഹം നടക്കത്തില്ല, നിന്റെ ആഗ്രഹം നടക്കത്തില്ല. ഹാമാനെ, ചില ഹാമാന്മാരുടെ പോരുകൾ അഴിയട്ടെ. മറഞ്ഞിരുന്ന് വ്യാപരിക്കുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് പകലിൽ അഴിയട്ടെ. അത് നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ തലമുറയിൽ നിന്ന് അഴിയട്ടെ. ഓഹോ, കുരുക്കുകളിട്ട് കുരുക്കി നിന്റെ ബന്ധനത്തിനകത്തിട്ട് പൂട്ടി ഒരിക്കലും പുറത്തു വരാതെ വന്ന് നിന്റെ ഭാവിയെ, നിന്റെ ശുശ്രൂഷയെ, നിന്റെ വെളിപ്പാടുകളെ, നിന്റെ പ്രവചനത്തെ വരെ കെട്ടിക്കളഞ്ഞ ചില മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയടാ. സ്വോത്രം. കാര്യം ഉയർത്തി കർത്താവിന് സ്വോത്രം ചെയ്തേ. ഒരമ്മ സാക്ഷി പറഞ്ഞു, മകന്റെ മുഴുത്ത മദ്യപാനം മുഖാന്തരം വീട്ടിനകത്തൊരു സ്വസ്ഥതയുണ്ടായിട്ടില്ല. കഴിഞ്ഞ 20 വർഷമായി അനേക വീടുകൾ മാറി വാരിക്കെട്ടി ഓരോ വീട് മാറി പോകുമ്പോൾ കർത്താവെ, അടുത്തു മാറുന്നത് സ്വന്തം ഭവനത്തിലായിരിക്കണം. മാറി 20 വർഷമായി ആ അമ്മ വിട്ട സാധനങ്ങൾ വാരിക്കെട്ടി മാറി ഓടിക്കൊണ്ടിരിക്കുകയാ. മകൻ ഒരു മുഴുത്ത മദ്യപാനി, ഭർത്താവ് ഒരു മദ്യപാനി. കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല. പക്ഷെ അതിനകത്തുനിന്ന് ദൈവം അവളെ പൊക്കി. എങ്ങനെയാ? പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. ഒരുവളെ ദൈവം പൊക്കി. നിന്റെ കണ്ണുനീർ ഒരിക്കലും സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം കാണാതിരിക്കത്തില്ല. 2025 ആൻഡിയെ പരിശുദ്ധാത്മാവ് വെളിപ്പാടിൽ ഒരു ദൂത് പറയുന്നു, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. നിന്റെ മദ്യപാനിയായ മകനെ ദൈവം ഈ വർഷം മടക്കി നിന്റെ കയ്യിൽ തരും. അവന് നല്ലൊരു കുടുംബജീവിതം ദൈവം ഒരുക്കും. നിനക്ക് നല്ലൊരു ഭവനം ദൈവം ഒരുക്കും. ഇത് സുരൻ പാസ്റ്ററല്ല പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. അടഞ്ഞ ചില വഴികൾ പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യന്റെ മേൽ തുറക്കോ. ഇന്ന് പകൽക്കാല ദൈവിക വിടുതൽ, ആ ദൈവിക സാന്നിധ്യം നിന്റെ പുരക്കകത്ത് ഇറങ്ങി വരട്ടെ.
ഹാമാന് തടസ്സം ആരെന്നറിയോ? രാജാവല്ല, രാജാവിൻ്റെ ഭാര്യ എസ്തേറും അല്ല. പിന്നെ ആരാ തടസ്സം? ഹാമാൻ രാജാവായി പുറത്തു വരാൻ തടസ്സം ആരാ? പടിപ്പുര വാതിൽക്ക് കിടക്കുന്ന ഈ പ്രാർത്ഥിക്കുന്ന മോർദെഖായി. ഞാൻ അകത്ത് എന്തെങ്കിലും പരിപാടി ഒരുക്കിയാൽ ഇവൻ അവൻ്റെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. ഇവൻ നേരെ രാജാവിനെ അറിയിക്കും. സ്തോത്രം പറ. ഞാൻ ഒരൊറ്റ ഉറപ്പ് ഇതൂതി നിന്ന് പറയാ, ഇത്രയും വർഷം പ്രാർത്ഥിച്ചിട്ട് നിനക്ക് മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് നീ പുറകോട്ട് മാറരുത്. നിന്റെ സമയമാ ഇത്, നിന്റെ സമയമാ. ആമേ ഹല്ലേലൂയ, സമയമാ ഇത്. ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചോ. ഈ ദൂത് കേൾക്കുന്ന ദൈവപൈതലേ, വാഗ്ദത്തമുള്ളത് പിടിച്ചെടുത്ത് ഈ ദൂത്, നിന്റെ സമയം തെളിഞ്ഞു വരികയാ. ഇത് നിന്റെ സമയമാണ്. ആ മാർബിടത്ത് കൈവച്ചിട്ട് പറ, ഇതെന്റെ സമയമാണ്, ഇതെന്റെ സമയമാണ്. ഇത് ദൈവം എനിക്ക് തന്ന വർഷമാണ്. ഇത് സാധാരണ ഒരു കഴിഞ്ഞുപോയ വർഷം പോലെയല്ല. 2025 എനിക്ക് മറുപടി തരുന്ന വർഷമാണ്. ഹല്ലേലൂയ. ആമേ. ഹാമാന്റെ അകത്ത് കയറിയ ദുരാഗ്രഹം, ഹാമാന്റെ അകത്ത് കയറിയ ആ കിരീടം, ആ സിംഹാസനം, ആമേ ഹാല മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവനെതിരെ അടിച്ചുവിടാൻ നോക്കിയ സകല പ്രതിസന്ധികളും ദൈവം അടിച്ചു മാറ്റി. ആമേ മോർദെഖായി കൂടി ആ കൊട്ടാരത്തെ നിലനിർത്താൻ ദൈവം സത്തിന് കഴിഞ്ഞെങ്കിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെന്ന് ചില രാജാക്കന്മാർ ഉറച്ചു നിൽക്കുന്നത്, ചില മന്ത്രിമാർ ഈ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നത് ഞങ്ങളെ പോലുള്ള ദൈവദാസന്മാർ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ്. ഞങ്ങളെ പോലുള്ളവർ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മന്ത്രിസഭ തകരാതിരിക്കുന്നു. ഇവിടെ ഹല്ലേലൂയ ഭൂകമ്പം ഉണ്ടാകാതെ, ഇവിടെ ഒരു ഭൂമി കുലുക്കം വരാതെ, ആമേ ഹല്ലേലൂയ ഇവിടെ ആര് ആമേ അപകട മരണങ്ങൾ സംഭവിക്കാതെ, ആമേ ഹല്ലേലൂയ ഈ ജനം ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങളെ പോലുള്ള ഒരു കൂട്ടർ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ. ഞങ്ങളെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി മാത്രമല്ല ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളെ ഭരണാധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളെ ഹല്ലേലൂയ നടത്തുന്ന ആമേ ഹല്ലേലൂയ ഞങ്ങളുടെ മന്ത്രിമാർക്ക് വേണ്ടി ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് വേണ്ടി ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളെ വാർഡ് മെമ്പറിന് വേണ്ടി ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ജാതി, മതം, വർക്കം, രാഷ്ട്രീയമല്ല ഞങ്ങൾ നോക്കുന്നത്. കാരണം ദൈവം ഒരുവന്റെ മേൽ അങ്ങനെ ഒരു നിയോഗം കൊടുത്താൽ ആമേ രാജ്യങ്ങൾക്ക് വേണ്ടി, ആമേ ഹല്ലേലൂയ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി, ജില്ലകൾക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി, മന്ത്രിമാർക്ക് വേണ്ടി, ആമേ പ്രസിഡന്റുമാർക്ക് വേണ്ടി, MLA-മാർക്ക് വേണ്ടി, മെമ്പർമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. കാരണം അനർത്ഥങ്ങൾ മാറിപ്പോകും, അപകടങ്ങൾ മാറിപ്പോകും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹാമാനേ, നിന്റെ പണി നടക്കത്തില്ലടാ. ചില ഹാമാന്മാരുടെ പോരുകൾ ആമേ അഴിയട്ടെ. ചില കുടുംബത്തിനകത്ത് കുരുക്കി വെച്ചിരിക്കുന്ന ചില കുരുക്കായ വിപത്തുകൾ ചില കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുകയാ. കർത്താവിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുകയാ. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളിൽ, ഈ ശുശ്രൂഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളിൽ ആമേ ചില അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാ. ചില അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാ. നിന്റെ തലമുറയുമായി കണക്ട് ചെയ്ത് ആമേ ഹല്ലേലൂയ പ്രായം ഒത്തിരി കഴിഞ്ഞിട്ട് ആമേ പലരും പറയുന്നു ആമേ ദൈവാലോചനയില്ല. ഒരുപക്ഷെ അത് പാസ്റ്ററിന്റെ മകളായിരിക്കാം, ഒരു പ്രവാചകന്റെ മകളായിരിക്കാം. ആമേ വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മകൾക്ക് 45 വയസ്സ് വരെ എത്തിയിട്ട് അത് ദൈവാലോചന ഇല്ല എന്ന് പറഞ്ഞ് നിന്റെ അകത്ത് കയറി ദുരാലോചന പറഞ്ഞു തരുന്ന ചില ലൂസിഫറിന്റെ വ്യാപാരങ്ങൾ അഴിയട്ടെ. പല തവണ നന്മകൾ വന്നിട്ട് അത് ദൈവാലോചന ഇല്ല എന്ന് പറഞ്ഞ് മകൾക്ക് 45-48 വയസ്സ് വരെ ആയപ്പോൾ ആമേ ദൈവാലോചന ഇല്ല എന്ന് പറഞ്ഞ് നിന്നെ കൊണ്ട് ഹല്ലേലൂയ അതിനെ നാമെ തടഞ്ഞു വെച്ച പോര് ആ കുടുംബത്തിൽ നിന്ന് അഴിയട്ടെ. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ കാണിക്കുന്നു. ചില ഒഴുക്കുകൾ അഴിഞ്ഞു പോവുകയാ, ചില ബന്ധനങ്ങൾ പൊട്ടി മാറുകയാ. സ്തോത്രം. കർത്താവിന് കരമുയർത്തി സ്തോത്രം ചെയ്തേ. ഹാമാൻ വിചാരിച്ചു ഞാൻ എൻ്റെ വീട്ടിനകത്ത് ചെയ്യുന്ന പരിപാടി ആർക്കും തെരിയത്തില്ല. ശരിയാ,
നിന്റെ ദൈവങ്ങൾക്കൊന്നും അത് തെரியത്തില്ല. പക്ഷെ എൻ്റെ ദൈവത്തിനറിയാം. നിന്റെ തലയിൽ കിടക്കുന്ന രോമം ഒരു മുടി അടർന്ന് നിലത്ത് വീണാൽ അത് എൻ്റെ അപ്പൻ അറിയുന്നു. സ്തോത്രം പറ. ഹല്ലേലൂയ. ഇന്ന് പല അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതനെതിരെ ചെയ്യുന്ന ചില ശുദ്രപ്രയോഗങ്ങൾ, നിനക്കെതിരെ നിന്നെ കുരുക്കുവാൻ ഉണ്ടാക്കുന്ന കുരുക്ക്, ആമേ ചില കഴുകുമര, ആമേ ഹല്ലേലൂയ, നീ ആമേ സ്തോത്രം ഹല്ലേലൂയ ആഗ്രഹം വെച്ച് ദുരാഗ്രഹത്തോടുകൂടെ നീ മോർത്തക്കായ്ക്കെതിരെ പണി വെച്ചാൽ അതിനകത്തും നിന്നെ തൂക്കും ദൈവം. ചേട്ടാ, വാളെടുക്കുന്നവൻ വാളാലേ. അതാ അവൻ കഴുകുമരം ഒരുക്കി കേട്ടോ. പുറത്താരും അറിഞ്ഞില്ല, രാജാവും അറിഞ്ഞില്ല. അവൻ്റെ സീറ്റ് കൊട്ടാരത്തില, രാജാവിൻ്റെ കൂടെ യാത്ര. പക്ഷെ അവൻ്റെ അകത്ത് കയറിപ്പിടിച്ച വിഷയം കണ്ടോ? എനിക്ക് രാജാവാകണം, എനിക്ക് കിരീടം വേണം. സ്തോത്രം ഹല്ലേലൂയ. പക്ഷെ അവനൊരു കാര്യം അറിയാം, മുറ്റത്ത് വേറൊരു ദൈവദാസൻ കിടപ്പുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. കാരണം ഒരു അഡ്രസ്സും ഇല്ല. പക്ഷെ അവൻ പ്രാർത്ഥിക്കും. അവൻ പ്രാർത്ഥിച്ചാൽ അവൻ്റെ ദൈവ ചില മർമ്മം വെളിപ്പെടുത്തി കൊടുക്കും. ഇത് കേട്ടോണ്ടിരിക്കുന്ന കാസർഗോഡ്, ഇത് കേട്ടോണ്ടിരിക്കുന്ന പാലക്കാട്, ഇത് കേട്ടോണ്ടിരിക്കുന്ന ദുബായ്, ഇത് കേട്ടോണ്ടിരിക്കുന്ന UK യിലുള്ളവർ, ഇത് കേട്ടോണ്ടിരിക്കുന്ന വിവിധ രാജ്യങ്ങളിലുള്ളവർ ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ നീ ഏതവസ്ഥയിലായിരിക്കുന്നു, നിന്റെ വിഷയത്തെ പരിഹരിപ്പാ എന്റെ യേശുവിന് കഴിയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാമാൻ കഴുകുമരം ഒരുക്കി, പക്ഷെ തൂങ്ങിയത് അവൻ തന്നെയാ. ആമേൻ. ദൈവമതാ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദാസനെ, പ്രാർത്ഥിക്കുന്ന എൻ്റെ മകനെ, എടാ ഞാൻ രാജാവാക്കി വെച്ചവനെ അവൻ്റെ മുമ്പിൽ നീ പണി ഒരുക്കിയാൽ ഞാൻ ഒരുത്തനെ അവിടെ വെച്ചിട്ടുണ്ട്, അവനിൽ കൂടി നിന്നെ ഞാൻ ഒതുക്കും. സ്തോത്രം പറ. ഹല്ലേലൂയ. പകരം ഇന്നലകളിൽ വരെ പ്രാർത്ഥിക്കുന്ന നിനക്കൊരു മാന്യത ആരും തന്നില്ലെങ്കിൽ, ആമേ സ്തോത്രം, ലോകം അറിയപ്പെടുന്ന നിലവാരത്തിൽ വാഹനത്തിൽ രാജാവിനോടൊപ്പം കയറ്റിയിരുത്തി അവ ഈ ദേശത്ത് നീ ആരെന്ന് അറിയിപ്പിക്കുമോ? ആമേ ഒരു ശൗലിനെ രാജാവാക്കി മാറ്റിയവൻ, ആമേ ഒരു കാട്ടിനകത്ത് കിടന്ന് ആരുമില്ലാതെ കിടന്ന ഒരു ദാവീദിനെ രാജാവാക്കി മാറ്റിയവർ എന്റെ ദൈവമാണെങ്കിൽ ഇന്ന് പകലിൽ അങ്ങനെയുള്ള അവസ്ഥകൾ ചില കുടുംബങ്ങൾ കോടികൾ നഷ്ടപ്പെട്ട് ഹല്ലേലൂയ തകർത്ത് അവൻ നിന്നെ ഒതുക്കി വെച്ചിരിക്കുന്നു. പക്ഷെ എത്ര ലക്ഷം രൂപ കയ്യിൽ കിട്ടിയാലോ അവൻ നിന്റെ കയ്യിൽ അത് നിലനിൽക്കത്തില്ല. അതിനെ വലിച്ചു കൊണ്ടുപോകുന്ന ചില പൂരികൾ ഇന്ന് പകൽക്കാലം അഴിയുകയാണ്. അതൊരു ബന്ധനമാണ്. പ്രാർത്ഥിച്ചോ, മുഴങ്കാലം മടക്കിക്കോ, ദൂരേറ്റട്. കർത്താവിന്റെ കരം നിന്റെ ശിരസിൽ വരികയാണ്. കർത്താവിന്റെ കരം നിന്റെ ശിരസിൽ വരികയാണ്. ഇപ്പോൾ ഒരു വിടുതൽ സംഭവിക്കട്ടെ. പ്രസംഗിക്കുന്ന ഈ സുരൻ പാസ്റ്റർ, അവൻ നിനക്കറിയത്തില്ല, പക്ഷേ ഈ ദൈവശബ്ദം നിന്റെ പുരക്കകത്ത് കേൾക്കുമ്പോൾ നിന്റെ മേലൊരു വിടുതൽ, നിന്റെ അസ്ഥിയിൽ ഒരു വിടുതൽ, നിന്റെ നരിയാണിയിൽ ഒരു വിടുതൽ, നിന്റെ ചെറുകുടൽ, വൻകുടൽ, ആമാശ ഭിത്തിക്കുള്ളിൽ ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. 1 ശമൂവേൽ പ്രവചനം വായിച്ചേ. 1 ശമൂവേൽ പ്രവചനം 25-ാം അധ്യായം 29-ാമത്തെ വാക്യം ഒരാൾ വായിച്ചേ. 25-29. 1 ശമൂവേൽ വായിച്ചോ. ഒന്നുകൂടി വായിച്ചേ. 1 ശമൂവേൽ 25-ാം അധ്യായം 29-ാം വാക്യം നിർത്തി വായിച്ചേ. മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും എങ്ങനെ യജമാനന്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ എങ്ങനെ ജീവഭണ്ഡാരത്തിൽ കെട്ടിക്കൊണ്ടിരിക്കും. അടുത്ത് നിന്റെ ശത്രുക്കൾക്ക് കിട്ടിയ ആ ബാക്കി ഒന്ന് മൈക്ക് കൂടി വായിച്ചേ. ആന്റി ഒരു സെക്കൻഡ്, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഇവിടെ മൈക്ക് കൂടി കേൾക്കും. 1 ശമൂവേൽ
25:29 വാക്യം. മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേൽക്കും. ഹലോ പിടികിട്ടുന്നുണ്ടോ കുന്നപ്പുഴ? ആമേ. മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിന്നെ ജീവഹാനി വരുത്തുവാൻ എന്ത് ചെയ്യും? എഴുന്നേറ്റാലും യജമാനന്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കും. സ്തോത്രം പറ. ഹല്ലേലൂയ. ആമേ. ഞാൻ ആ ഭാഗം തീർത്ത് കാരണം സമയം എൻ്റെ മുമ്പിൽ നിന്ന് പോയി. ആമേ സ്തോത്രം. ഞാൻ പറയാ, നിനക്കെതിരെ അഴിച്ചു വിട്ട ചില വിപത്തുകൾ, അതൂത് ഹല്ലേലൂയ, ചില കുടുംബത്തിൽ നിന്ന് അഴിഞ്ഞുകൊണ്ടിരിക്കുകയാ, ചില തലമുറകളിൽ നിന്ന് അഴിഞ്ഞുകൊണ്ടിരിക്കുകയാ. നിനക്കെതിരെ പറഞ്ഞു കെട്ടിയത്, നിനക്കെതിരെ ശാപമിട്ടത്, ആമേ, നിനക്കെതിരെ ചെയ്ത ചെയ്വനകള്, ചില കുടുംബത്തിൽ നിന്ന്, ചില ശരീരത്തിൽ നിന്ന്, ചില വ്യക്തികളിൽ നിന്ന് ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ആമേ നിന്റെ ശരീരത്തിൽ നിന്ന്, നിന്റെ സന്തതികളിൽ നിന്ന് ഇപ്പോൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാ. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. പിശാച് ഒരുക്കിയ ചില വിപത്തുകൾ, പിശാച് നിനക്കെതിരെ, കുടുംബത്തിനെതിരെ ഒരുക്കിയ ചില പദ്ധതികൾ എന്റെ ദൈവം ഇന്ന് പകൽ കത്തിക്കും. ചിലർക്ക് ജീവന്റെ മേൽ വിടുതലെടുക്കാൻ പറ്റുന്നില്ല. എന്താ? ജീവന്റെ മേൽ വിടുതലെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണല്ലോ അപ്പൻ ചെറുക്കൻ്റെ വിഷയം പറഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ വന്നേ. ഇനി ഇവൻ കല്യാണ വീട്ടിൽ വന്നാണ് യേശു ചെയ്യുന്ന അത്ഭുതം ശശിയേട്ട കണ്ടത്, ശരിയല്ലേ? അപ്പം ഇപ്പം അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നത് എങ്ങനെയാ? എൻ്റെ ചെറുക്കൻ മരിക്കാറായി വീട്ടിൽ കിടക്കുന്നു, അവനൊന്ന് രക്ഷപ്പെടുത്തണം, പക്ഷെ എൻ്റെ കൂടെ യേശു. ഇനി അടുത്തൊന്നുമല്ല, ഒരു പകൽ ഒരു രാത്രി യാത്ര ചെയ്തു പോകണം അവൻ്റെ വീട്ടിൽ. അത്രയും ദൂരത്തു നിന്നാണ് യേശുവിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത്. വല്ലതും പിടികൂട്ടുന്നുണ്ടോ? ദൈവത്തിന് വില കൊടുത്ത് നീ പ്രാർത്ഥിച്ചുകൊണ്ട് വർഷങ്ങളായി, നാളുകളായി നീ കരഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ദൂത് പിടിച്ചോ. ആമേ സ്തോത്രം. ഇവൻ യേശുവിനെ വീട്ടിൽ കൊണ്ട് പോകാൻ കണക്കിന് പാപത്തിന് വന്നേ. പക്ഷെ കർത്താവ് പറഞ്ഞത് ഹല്ലേലൂയ. അതിനകത്ത് 46 വായിച്ചേ. 46 വായിച്ചേ. ആമേ. 4:46. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കപർന്നഹൂമിൽ ഉണ്ടായിരുന്നു. യേശു യഹൂദിയ ദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ടു. എങ്ങനെ? അവൻ കേട്ടു. ആമേൻ. കേട്ട പാടെ അവൻ്റെ അടുക്കൽ ചെന്നു. കണ്ടോ? അപ്പം ഞാൻ പറയാം, കല്യാണ വീട്ടിൽ അത്ഭുതം കണ്ട ദിവസം മുതൽ യവൻ്റെ മൈൻഡും യവൻ്റെ കണ്ണ് യവൻ്റെ ചിന്തയും ആരിലേക്കായിരുന്നു? ഇനി ഏതെങ്കിലും ഒരു പ്രാവശ്യം യഹൂദനായ ഈ ക്രിസ്തു ഈ ദേശത്തെവിടെങ്കിലും വന്നാൽ എൻ്റെ ചെറുക്കൻ്റെ വിഷയം കൊണ്ട് ഞാൻ അവൻ്റെ അടുക്കൽ പോകും. അതിന് രാജാവ് തടസ്സമായാലും, എൻ്റെ ജോലി അത് തടസ്സമായാലും, എൻ്റെ ശമ്പളം അതിന് തടസ്സമായാലും, എൻ്റെ സീറ്റ് വിട്ടിറങ്ങേണ്ടി വന്നാലും ഞാൻ യേശുവിൻ്റെ കൂടെ പോകും. ഹല്ലേലൂയ. യേശുവിൻ്റെ കൂടെ പോകോ, യേശുവിൻ്റെ കൂടെ പോകോ. ഹല്ലേലൂയ. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായ സുഖം വിട്ടാൽ മതി. ഓ, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായ സുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത നഗരമതിൽ, ശില്പിയായി പണിത നഗരമതിൽ, പരനോട് കൂടെ വാഴാൻ പോയാൽ മതി, പരനോട് കൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. എന്റെ ബ്രദറെ, യവന്റെ അകത്ത് കയറിപ്പിടിച്ച വിശ്വാസം കണ്ടോ?
എനിക്കിനി രാജാവിനെ കാണണ്ട, എനിക്കിനി കൊട്ടാരത്തിൽ പോണ്ട, എനിക്കെൻ്റെ പ്രാണനാഥനായ യേശുവിനെ കണ്ടാൽ മതി. കാരണം അവൻ്റെ മുമ്പിൽ ഇനി എൻ്റെ വിഷയത്തിന് മറുപടി ഉള്ളൂ. പറ മെഡിക്കൽ കോളേജുകളിലും അനേക പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ക്യാൻസർ കൊണ്ട്, യൂട്രസ് സംബന്ധമായ രോഗം ചുമന്നുകൊണ്ട് ആ മെഹല്ലിയ പലതിനും പരിഹാരമില്ലാതെ നീ ഓടിയിട്ടാണോ ഇവിടെ വന്നതെങ്കിൽ ആ മെഹല്ലിയ യേശു നിന്നെ വെറും കൈയോടെ വിടത്തില്ല. ഹല്ലേലൂയ. ആ മനുഷ്യൻ പറയുക, എനിക്ക് യേശുവിനെ കണ്ടാൽ മതി, എനിക്ക് അവൻ്റെ അടുക്കലൊന്ന് പോകാനൊരു അവസരം കിട്ടിയാൽ മതി. അവൻ്റെ പ്രാർത്ഥനയും അവൻ്റെ തീരുമാനവും അവൻ ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് ആ കല്യാണം നടന്ന വീട്ടിലല്ല, ആ ഗ്രാമത്തിൽ യേശു വന്നു. ഹല്ലേലൂയ. ഇനി യേശുവിൻ്റെ അടുക്കൽ വരാൻ ഇവനൊരു തടസ്സമുണ്ട്. എന്താ തടസ്സം? ആ തടസ്സം അവൻ പറയുകയാ, എൻ്റെ മകനൊരു വിടുതൽ വേണം, പക്ഷെ ഞാൻ പാപത്തിലാ കിടന്നേ. എവിടെ കിടന്നേ? പാപത്തിലാ. ഹല്ലേലൂയ. ഒരിക്കൽ പാപാന്തകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോ ഇടത്തു നിന്ന്, ഒരിക്കൽ പാപാന്തകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നോ ഇടത്തു നിന്ന്, ഉയർത്തിയെന്നോളമെന്നെ നിർത്തിയവൻ, ഉയർത്തിയെന്നോളമെന്നെ ഉയർത്തിയവൻ, ഉറപ്പുള്ള പാറയാകും ഉറപ്പുള്ള പാറയാകും. ഹലോ ഹലോ, കരമുയർത്തിയൊരു സ്തോത്രം പറ. ഹല്ലേലൂയ ഹല്ലേലൂയ. നോക്ക്, ഹല്ലേലൂയ. കൊട്ടാരം വിട്ടവൻ ഇറങ്ങി, രാജാവിന്റെ സകല സുഖ സൗകര്യങ്ങളും വിട്ട് അവൻ ഇറങ്ങി. അവൻ യേശുവിന്റെ അടുക്കൽ വന്നു. യേശുവിന്റെ അടുക്കൽ വന്നു. ആ രാജവൃത്യൻ പറയുകയാ, ഞാൻ പാപിയായ മനുഷ്യൻ, എല്ലാം വലിച്ചെറിയുന്നു. എനിക്ക് പണം വേണ്ട, കൊട്ടാരത്തിലെ സീറ്റ് വേണ്ട, സ്ഥാനമാന ഭോഗങ്ങൾ വേണ്ട, എനിക്ക് BMW കാറ് വേണ്ട, എനിക്ക് എൻ്റെ ചെറുക്കം മതി, എൻ്റെ ചെറുക്കം മതി. അവനെ തിരിച്ചു തരുന്നവന്റെ കൂടെ ഞാൻ നിൽക്കും. ഹല്ലേലൂയ. ഞാൻ ഒരു വൈദ്യന്റെ കൂടെ നിൽക്കത്തില്ല. കാരണം വൈദ്യന്റെ സ്വഭാവം എനിക്കറിയാം, മരുന്നിന്റെ പവർ എനിക്കറിയാം, മന്ത്രവാദത്തിന്റെ ശക്തി എനിക്കറിയാം. ഞാൻ മന്ത്രവാദം ഒത്തിരി ചെയ്തു, പക്ഷെ ഇനി ഞാൻ ആ വഴിക്ക് പോകത്തില്ല. എൻ്റെ പ്രാണനാഥനായ യേശുവിന്റെ കൂടെ, എൻ്റെ പ്രാണരക്ഷകനായ യേശുവിന്റെ കൂടെ ഞാൻ നിൽക്കും. ഹല്ലേലൂയ. ആമേ. ബ്രദർ സീറ്റ് വിട്ട്, ആമേ സ്ഥാനം വിട്ട്, ശമ്പളം വിട്ട്, ആമേ കൊട്ടാരം വിട്ട് അവൻ യേശുവിന്റെ പുറകെ വന്നു. അവൻ യേശുവിന്റെ പുറകെ വന്ന് കരമടിക്കാൻ പറ്റുമെങ്കിൽ കരമടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ പറയുക, ഇവിടെ ഞാൻ പരവേശി ആകേണ്ടി വന്നാല്, ഞാൻ വഴിയമ്പലത്തിൽ കിടക്കേണ്ടി വന്നാല് എനിക്ക് യേശു മതി, എനിക്ക് യേശു മതി. ഹലോ, വല്ല പിടികിട്ടിയോ? ഇവിടെ ഞാൻ വഴി കിടക്കേണ്ടി വന്നാല്, ഇവിടെ ഞാൻ പരവേശിയാ ജീവിക്കേണ്ടി വന്നാല് എനിക്ക് യേശു മതി. ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം, ഓ ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടത്തെ പാർപ്പിടമോ വഴിയമ്പലം, ഇവിടെ തുണയില്ലെങ്കിലും ഇവിടെ പാടണം ചേട്ടാ. ആമേൻ. ഇവിടെ ഇവിടെ എനിക്ക് ആര് തുണയില്ലെങ്കിലും എനിക്ക് എൻ്റെ യേശു മതി, എനിക്ക് എൻ്റെ യേശു മതി. എങ്ങനെ? ഇവിടെ എനിക്കാരും ഇല്ലെങ്കിലും തുണയാകും യേശുവോട് ചേർന്നാൽ മതി. ഇവിടെ എനിക്കില്ലെങ്കിലും തുണയാകും യേശുവോട് ചേർന്നാൽ മതി. അതുകൊണ്ട് എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. മായ സുഖം വിട്ടാൽ മതി. ഓ എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. മായ സുഖം വിട്ടാൽ മതി. ഓ എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. മായ സുഖം വിട്ടാൽ മതി.
ഇതിനകത്ത് ജീവന് വേണ്ടി ഈ യൂട്യൂബിൽ ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹിത, നിന്റെ ജീവന് വേണ്ടി നീ പ്രാണനെ മരണത്തോടെ മല്ലടിച്ച് ഒത്തിരി വേദന ഹാലിൽ മാറിക്കിട്ടുവാ. നിന്റെ പ്രാണന് വേണ്ടി നീ നിലവിളിച്ച് കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നോടൊരു ദൂത് പറയാനുണ്ട്. നിന്റെ അരികിൽ യേശു ഇറങ്ങി വരികയാ. ചിലത് ഒഴിഞ്ഞു പോവുകയാ, ചിലത് ഒഴിഞ്ഞു പോവുകയാ. പനി വിട്ടുമാറ്, മരണം വിട്ടുമാറ്, ബന്ധനങ്ങൾ സകലതും അഴിഞ്ഞു മാറ്. ഇന്ന് പകൽക്കാല കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് വാതുറന്ന് പറ, എന്റെ കുടുംബത്തിൽ നിന്ന് ദുഷ്ടൻ ഓടിപ്പോവുകയാ, എന്റെ കുടുംബത്തിൽ നിന്ന് മരണബന്ധനം അഴിഞ്ഞുകൊണ്ടിരിക്കുകയാ, എന്റെ തലമുറ ഭാവിയെ ബന്ധിച്ച ബന്ധനം അഴിഞ്ഞുകൊണ്ടിരിക്കുകയാ, എന്റെ മകളുടെ ജോലിയെ, എന്റെ മകളുടെ ഹാളിൽ അഡ്മിഷന് തടഞ്ഞു വെച്ച ഭൂരികൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാ. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത് നിന്നെ കടിച്ചു തിന്നുകളയുവാൻ, നിന്നെ വിഴുങ്ങിക്കളയുവാൻ പദ്ധതി ഒരുക്കി വന്ന ചില പൈശാചിക തലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയുക. കർത്താവ് ചിലതിനെ ഇന്ന് പുറത്താക്ക്, കർത്താവ് ചിലതിനെ ഇന്ന് പുറത്താക്ക്. കരമടിക്കാൻ പറ്റുമെങ്കിൽ കരമടിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, കഴിഞ്ഞ നാളുകൾ നിന്റെ നന്മയെ നഷ്ടമാക്കിയ നിന്റെ നന്മയെ ശിഥിലപ്പെടുത്തി കളഞ്ഞ ഭൂരിനെ ദൈവം അടിച്ച് ചില വിടുതലുകൾ ദൈവം മടക്കി നിന്റെ ഭവനത്തിൽ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിനോട് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഹലോ, ഒരപ്പൻ മകന് വേണ്ടി കൊട്ടാരം വിട്ടു, സ്ഥാനം വിട്ടു, ശമ്പളം വിട്ടു, സുഖ സൗകര്യങ്ങൾ വിട്ടു, അവനുണ്ടായിരുന്ന വീഴണ്ടപ്പുളി കാറ് വിട്ട് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞ്, ഞാൻ യേശുവിന്റെ പുറകിലേക്ക് പോവുകയാ. കാരണം എൻ്റെ കുഞ്ഞിനെ മടക്കി തന്നത് കൊട്ടാരമല്ല, രാജാവല്ല, ഇവിടുത്തെ സകല സുഖ സൗകര്യങ്ങളുമല്ല. ഒരിക്കൽ ഞാൻ കല്യാണ വീട്ടിൽ വെച്ച് കണ്ട ഒരു യേശുവിനെ എനിക്കറിയാം. അവന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട്. കാരണം ഒരു ദിവസം, ഒരു രാവും, ഒരു പകലും വേണം എൻ്റെ വീട്ടിൽ വരാൻ. അവൻ ഒരു വാക്ക് പറഞ്ഞപ്പോൾ, ആ പറഞ്ഞ സമയം 7 മണി, വീട്ടിൽ നാളെ വന്നപ്പോൾ ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി. നീ കൊണ്ടുവന്ന വിഷയം പരിഹരിപ്പാൻ ഇതുവരെ കഴിയാത്ത വിഷയം, അത് നിന്റെ തലമുറയുടെ വിഷയമാകാം. നിനക്ക് വേണ്ടി ദൂതനെ അയക്കും ദൈവ. ഇന്ന് പകൽക്കാലം നീ രോഗം ചുമന്നുകൊണ്ട് വന്നെങ്കിൽ, നീ ഭാരത്തോടെ വന്ന വ്യക്തിയാണെങ്കിൽ, ഇന്ന് പകൽക്കാല കർത്താവ് നിന്നെ വിടുവിച്ചിരിക്കുകയാ. ദൈവം നിന്നെ സൗഖ്യമാക്കിയിരിക്കുകയാ. ചില പ്രതികൂലങ്ങളെ ദൈവം അടിച്ചു മാറ്റിയിരിക്കുകയാണ്. നിന്റെ കുടുംബത്തിൽ ദൈവശബ്ദം മുടങ്ങിക്കൊണ്ടിരിക്കുകയാ. നിന്നെ ഇന്ന് തൊടാൻ ആർക്കും കഴിയത്തില്ല. ചാടി വേഗത്തിൽ എഴുന്നേറ്റ് നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോവുകയാണ്. യെസ്, കരമടിച്ച് നമ്മൾ പാടിയ പാട്ട് ഒന്നുകൂടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാ. യെസ്, കരമടിച്ച് 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം. എല്ലാരും മുന്നോട്ട് വന്നാട്ടെ, എല്ലാരും മുന്നോട്ട് വന്നാട്ടെ. പരം ശില്പിയായി പണിത നഗരമതിൽ, പരം ശില്പിയായി പണിത നഗരമതിൽ, പരനോടു കൂടെ വാഴാൻ പോയാൽ മതി, പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. എല്ലാരും കരമടിച്ചൊന്ന് ആരാധിച്ച്, എല്ലാരും കരമടിച്ചൊന്ന് ആരാധിച്ച്. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാ. ആ വചനത്തിന്റെ സാന്നിധ്യം നിന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാ. ഇന്ന് പകൽക്കാലം നീ വന്നതുപോലെ പോകത്തില്ല. എല്ലാരും കരമടിച്ച് ശരീരത്തെ മറഞ്ഞിരുന്ന പോരാടുക, നിന്റെ വിശ്വാസത്തിനെതിരെ ആവിയാരം ചെയ്ത് ബന്ധിച്ച് യേശുവിന്റെ നാമത്തിൽ അറിയട്ടെ, അറിയട്ടെ, അറിയട്ടെ. ഇപ്പോൾ തന്നെ ചില
തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം എല്ലാ കണ്ണുകളെയും സന്നിധാനത്തിലടയട്ടെ. കർത്താവേ, പകരം വന്നതല്ല, എൻ്റെ അപ്പൻ കൊണ്ടുവന്നതാ. ഈ ആരാധന അനുഭവിക്കുന്ന, യൂട്യൂബുകളിൽ കൂടി ആരാധന അനുഭവിക്കുന്ന ദൈവമേ, ദൂത് കേൾക്കുമ്പോൾ തകരപ്പെട്ടവരായി ഇനി ഒരു പ്രതീക്ഷയില്ലാതെ കരഞ്ഞ് കരഞ്ഞ് കണ്ണിനകത്ത് കണ്ണുനീര് പറ്റി ദൈവമേ കർത്താവേ, മൈനസ് ചിന്തിച്ചിരിക്കുന്നത് ആ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളിലേക്ക് വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അത്ഭുത രോഗസൗഖ്യം, അത്ഭുത വിടുതൽ, എന്റെ പ്രാർത്ഥനയുടെ മറുപടി ചില പുരയ്ക്കുള്ളിൽ വേഗത്തിൽ വെളിപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ദുഷ്ടൻ അടച്ചു വെച്ചതിനെ ദൈവമേ, ഞാൻ ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കുടുംബത്തിൽ നിന്ന് പൂരികളെ ദൈവം അടിച്ചതിനായി കർത്താവെ, ഭവനം നിറച്ച് പരിശുദ്ധാത്മാവിന്റെ തേജസ്സിനെ ദൈവം ഇറക്കിയതിനായി നന്ദി പറയുന്ന കർത്താവെ, സാന്നിധ്യം ഞങ്ങളോടൊപ്പം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മൾ അനുഭവിച്ച മഹിമമായ ശുശ്രൂഷകളെ വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.